ഓരോരുത്തരെയും ജീവിതയാത്രയിൽ ഞാനും നിങ്ങളുമൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ചിന്തയാണ്, ഒരു വേദനയാണ്. എന്നെ മനസ്സിലാക്കേണ്ടവർ, എന്നെ കരുതേണ്ടവർ, എന്നെ ഓർമ്മിക്കേണ്ടവർ തക്ക സമയത്ത് കൈവിട്ടു, മറന്നു കളഞ്ഞു എന്ന് ഞാൻ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാകാം. നാം വിസ്മരിച്ചു പോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ ഓർക്കുന്ന, നമ്മുടെ അവസ്ഥകൾ എന്തുമാകട്ടെ ആ അവസ്ഥകളെ ഓർമ്മിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ജീവിക്കുന്നു, നമ്മുടെ കൂടെ സഞ്ചരിക്കുകയാണ്. വ്യത്യസ്ത പ്രായത്തിലുള്ളവർ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ചിന്തയാണ്, അവർ എന്നെ കൈവിട്ടു, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ മാതാപിതാക്കൾ എന്നെ കൈവിട്ടു, എന്നെ ഓർത്തിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ധ്യാനവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ കുടുംബത്തിൽ കയറി ചെന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ ആ കുടുംബനാഥ പ്രായമായിട്ടുള്ള ഒരു അമ്മയാണ്, 65-70 വയസ്സിനടുത്തുണ്ട്. ഈ അമ്മ ഇപ്രകാരം തൻ്റെ ജീവിത അനുഭവം പങ്കുവച്ചു. 2 കുഞ്ഞുങ്ങളുണ്ട്, ഉന്നതമായ ജോലി ഉള്ളവർ, ഒരാൾ ഡോക്ടർ, ഒരാൾ എൻജിനീയർ. മൂത്ത ആൾ ഡോക്ടറായ മനുഷ്യൻ വിദേശ രാജ്യത്താണ്. ഈ അമ്മയുടെ ഹസ്ബൻഡ്, ജീവിത പങ്കാളി നാളുകൾക്ക് മുമ്പേ മരണപ്പെട്ടു. അവരിങ്ങനെ തുടർന്നു. ഈ ദേശത്ത് വന്ന് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കഠിനമായി അധ്വാനിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് അവരെ പോറ്റി വളർത്തി, അവരെ ജീവിതത്തിൻ്റെ ഉന്നത സ്ഥലങ്ങളിൽ എത്തിച്ചു. ഇന്ന് അവർക്ക് പോലും എന്നെ വേണ്ട. ജീവിതത്തിലാകെ ഒറ്റപ്പെട്ടതുപോലെ ആ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൊടിയാൻ ആരംഭിച്ചു. അവരിപ്രകാരം പറഞ്ഞു, ജീവിതം മടുത്തു, ഓർക്കേണ്ടവർ പോലും എന്നെ കൈവിട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ആ അമ്മയോട് കുറേ സമയം സംസാരിച്ച് കരുതുന്ന, ഓർക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നതിനെക്കുറിച്ച് അവരോട് കുറേ സമയം സംസാരിച്ചു. ബൈബിളിൽ 115-ാം സങ്കീർത്തനത്തിൽ 12-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ ഓർമ്മിക്കുന്നു, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അമ്മയുടെ കണ്ണുകൾ വിടരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഏതാനും സമയം ഇരുന്ന് ഈ ദൈവത്തെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് സംസാരിച്ച് ശാന്തമായി മടങ്ങുമ്പോൾ ഒരു കാര്യം എനിക്ക് അനുഭവപ്പെട്ടു. അമ്മയുടെ വിശ്വാസയാത്രക്കിടയിൽ അമ്മ അങ്ങനെയുള്ളൊരു ദൈവത്തിൻ്റെ കരുതലിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഓർമ്മിക്കുന്ന, ആരെല്ലാം തള്ളിക്കറഞ്ഞാലും, ആരെല്ലാം മാറ്റി നിർത്തിയാലും തന്നെ ഓർക്കുന്ന, തൻ്റെ അവസ്ഥകളോ അറിയാവുന്ന ഒരു ദൈവം ജീവിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇപ്പോൾ മാതാപിതാക്കളാൽ കൈവിടപ്പെട്ട കുഞ്ഞുങ്ങളായിരിക്കാം, ബന്ധുമിത്രാദികളാൽ ഉപേക്ഷിക്കപ്പെട്ടവരായിരിക്കാം, പ്രായാധിക്യം മൂലം ആരോഗ്യം ക്ഷയിച്ച ജീവിത അനുഭവത്തിൻ്റെ മുമ്പിലായിരിക്കാം, എല്ലാവരും ഉപേക്ഷിച്ചുവെന്ന് ചിന്തിക്കുന്ന ഒരു ജീവിത അനുഭവം നിങ്ങളുടെ മുമ്പിലുണ്ടോ? എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മെ ഓർക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന സത്യം നമ്മുടെ മുമ്പിൽ വിശുദ്ധ ഗ്രന്ഥം തുറന്നു വെക്കുകയാണ്. നമ്മളിങ്ങനെ കാണുന്നു, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 45 മുതൽ 52 വരെയുള്ള വിശുദ്ധ ഗ്രന്ഥഭാഗത്ത് യേശുവിൻ്റെ പ്രിയ ശിഷ്യന്മാർ വഞ്ചിയിൽ കയറി ബെത്സയിദ എന്ന സ്ഥലത്തേക്ക് യേശു പറഞ്ഞതനുസരിച്ച് പോവുകയാണ്. യേശു പ്രാർത്ഥിക്കാനായി മലയിലേക്ക് കയറിപ്പോയെന്ന് വചനം സാക്ഷിക്കുന്നു, വചനം എഴുതി വച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, കുറേ കഴിഞ്ഞപ്പോൾ യേശു മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യേശുവിനൊരു കാര്യം മനസ്സിലായി, തൻ്റെ പ്രിയപ്പെട്ടവരുടെ യാത്ര അപകടത്തിലായിരിക്കുന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു കടലിന് മീതെ നടന്നു വരികയാണ്. കാരണം തൻ്റെ ശിഷ്യന്മാരുടെ അവസ്ഥകൾ തിരിച്ചറിഞ്ഞ യേശുനാഥൻ, അവരുടെ അപകടാവസ്ഥ മനസ്സിലാക്കിയവർ, പ്രതികൂലമായ കാറ്റിൽ അവരുടെ വഞ്ചി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ഭാരപ്പെടുന്നുവെന്ന് യേശു ഓർക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മളിങ്ങനെ വചനത്തിൽ വായിക്കുകയാണ്, ആ വഞ്ചിയിലേക്ക് യേശു കയറി. വീശിയടിക്കുന്ന കാറ്റും അലറുന്ന തിരമാലകളും ശാന്തതയിലേക്ക് വരികയാണ്. ഓർക്കണമേ, ഒരുപക്ഷെ ഇവിടെ നമ്മളിങ്ങനെ വായിക്കുകയാണ്, രാത്രിയുടെ 4-ാം യാമത്തിൽ ആണ് യേശു വരുന്നത്. 4-ാം യാമം എന്ന് പറയുമ്പോൾ ഒരു പ്രമാദ സമയമെന്ന് ബൈബിൾ പഠിച്ചവരൊക്കെ പറയുന്നു.
4-ാം യാമത്തിൽ യേശു കടന്നു വരികയാണ്. ഒരുപക്ഷെ അനേക ധ്യാനങ്ങൾ കൂടി, അനേക പ്രാർത്ഥനകളിൽ നമ്മൾ പങ്കെടുത്തു, അനേക കൗൺസിൽ ഷെയറിങ്ങിൽ നമ്മൾ പങ്കെടുത്തു. എന്നിട്ടും ഈ ഒരു ദൈവത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഓർമ്മിക്കുന്ന ദൈവത്തെ, കരുതുന്ന ദൈവത്തെ നാം കണ്ടുമുട്ടിയില്ലെങ്കിൽ, ഇന്ന് ഈ വചനശ്രവണ വേളയിൽ സ്നേഹമുള്ളവരെ, അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ധ്യാനം, ഒരു ചിന്ത നമ്മുടെ ആത്മാവിൽ അനുഗ്രഹമായി വരുന്ന സമയമാണെന്ന് ഓർത്തുകൊണ്ട്, ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കർത്താവെ, എൻ്റെ ജീവിതത്തിൻ്റെ ഈ ഇല്ലായ്മകളിലേക്ക്, എൻ്റെ ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് കടന്നു വന്ന അവിടുത്തെ ദിവ്യമായ സ്നേഹം നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ട ഒരു സമയം കൂടെയാണ്. വീണ്ടും അനേകം ഉദാഹരണങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമെങ്കിൽ 7-ാം അധ്യായത്തിൽ മഹാജലപ്രളയം കൊണ്ട് ഭൂമുഖത്തെ നശിപ്പിക്കാൻ തീരുമാനമെടുക്കുന്ന ദൈവമായ കർത്താവിനെ നമ്മൾ കാണുകയാണ്. ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, 40 ദിനരാത്രങ്ങൾ നിർത്താതെയുള്ള മഴ പെയ്തു, 150 ദിവസത്തോളം വെള്ളപ്പൊക്കമുണ്ടായി, പർവ്വതങ്ങൾ, ഉന്നതമായ പർവ്വതങ്ങൾ മൂടുമാറ് ജലം കവിഞ്ഞൊഴുകി, ജലം പർവ്വതത്തെ മൂടിക്കവിഞ്ഞ് ഏതാനും മുഴം കൂടി ഉയർന്നു കഴിഞ്ഞു. സ്നേഹമുള്ളവരെ, ആ വെള്ളപ്പൊക്ക പ്രളയകാലഘട്ടങ്ങളിൽ ദൈവം നിർദ്ദേശിച്ചതനുസരിച്ച് നോഹയ്ക്ക് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് പേടകത്തിൽ അടയ്ക്കപ്പെട്ട പക്ഷിമൃഗാദികൾ, ഇഴജന്തുക്കൾ എല്ലാം ഈ പേടകത്തിലുണ്ട്. ഇങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നു, അറാറാത്ത് പർവ്വതത്തിൽ നോഹയുടെ പേടകം ഉറച്ചു. എന്താണ് സംഭവിച്ചത്? തുടർന്ന് വായിക്കുമ്പോൾ 8-ാം അധ്യായം 1-ാം തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ നമ്മളിങ്ങനെ കണ്ടുമുട്ടുന്നു, വായിക്കുന്നു, ദൈവം നോഹയെയും ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു. ദൈവം ഓർത്താൽ, ദൈവം അറിഞ്ഞാൽ, മനസ്സിലാക്കിയാൽ എന്ത് സംഭവിക്കും? മനുഷ്യർ നമ്മുടെ ഒറ്റപ്പെട്ട അവസ്ഥകളും ആരും മനസ്സിലാക്കാത്ത നിസ്സഹായതയും മനസ്സിലാക്കപ്പെടാതെ പോകുമ്പോൾ ഞാനും നിങ്ങളും ഭാരപ്പെടുന്നവരാണ്. ഒരുപക്ഷെ അപ്രകാരം ഒരു ഭാരത്തിൻ്റെ മുമ്പിലായിരിക്കാം ഈ വചനശ്രവണയിൽ നിങ്ങളിരിക്കുന്നത്. ഇവിടെ ഓർക്കണമേ, ദൈവം പ്രതിവിധി കാണാൻ ആരംഭിക്കുക. ദൈവം ഒരു കാറ്റയച്ചു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ദൈവം ഒരു കാറ്റയച്ചു. ആ കാറ്റ് വീശാൻ തുടങ്ങിയ സമയം മുതൽ ജലം വറ്റിത്തുടങ്ങി, ഇറങ്ങിത്തുടങ്ങി. സ്നേഹമുള്ളവരെ, നോഹയുടെയും ജീവജാലങ്ങളുടെയും നിസ്സഹായ അവസ്ഥയിൽ ദൈവം ഓർത്ത് അതിന് പ്രതിവിധി കണ്ടെത്തുകയാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിത പശ്ചാത്തലത്തിൽ, ജീവിതയാത്രയിൽ ഒരു നിസ്സഹായതയിൽ, ആരും ഓർക്കാത്ത, ആരും സപ്പോർട്ടില്ലാത്ത ഒരു ജീവിത അനുഭവത്തിൻ്റെ മുൻപിൽ പകച്ചു നിൽക്കുന്നവരാണോ? വിശ്വസിക്കുക, ദൈവം നിങ്ങളെ അറിയുന്നു, ദൈവം നിങ്ങളെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഓർമ്മിക്കുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, നമ്മുടെ ഉള്ളിൽ ഏറെ ധ്യാനമുള്ള ഒരു തിരുവചനമുണ്ട്. അത് യെശയ്യാ പ്രവചനം 49-ാം അധ്യായം 14-15 തിരുവചനത്തിൽ നമ്മളിങ്ങനെ കാണുക. അവിടെ ബാബിലോൺ പ്രവാസ കാലഘട്ടത്തിൽ നിന്ന് മടങ്ങി വരുന്ന ദൈവജനത്തെ നോക്കി പ്രവാചകനിലൂടെ ദൈവം പറയുകയാണ്, അവർക്ക് വിടുതലിൻ്റെ സമയമായി, പ്രസാദ കാലഘട്ടമായി എന്നിങ്ങനെ പറഞ്ഞ് ജനത്തെ പ്രവാചകൻ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ ഇപ്രകാരം 49-ന്റെ 14-15 തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും, സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. ദൈവജനത്തിൻ്റെ ചിന്ത ഇപ്രകാരമാണ്. ബാബിലോൺ പ്രവാസ കാലഘട്ടങ്ങളിൽ ദുരിതമനുഭവിക്കേണ്ടി വന്ന, ഒറ്റപ്പെടേണ്ടി വന്ന സാഹചര്യത്തെ അവർ മനസ്സിൽ ഓർത്തുകൊണ്ട് പറയുകയാണ്, സിയോൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. എന്നാൽ എന്താണ് അതിൻ്റെ ധ്യാനം? കർത്താവ് എന്നെ ഓർക്കുന്നില്ല, എന്നെ വിസ്മരിച്ചു എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിൽ രൂഢമൂലമാകുക. എന്നാൽ അടുത്ത വചനം 15-ാം തിരുവചനത്തിൽ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ സംസാരിക്കുകയാണ്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ ഓർമ്മിക്കുന്നു. നീ ഇന്നലെ കടന്നു വന്ന ദുരിതങ്ങൾ, രോഗാവസ്ഥകൾ, അങ്ങനെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളെയും ഓർക്കുന്ന ഒരു ദൈവം. ആ ദൈവം വിടുതലിൻ്റെ, വിമോചനത്തിൻ്റെ നാളുകളിലേക്ക് ദൈവജനതയെ കൊണ്ടുവരികയാണ്. ഒരുപക്ഷേ ഈ വചനം കേൾക്കുമ്പോൾ കുടുംബത്തിന് വേണ്ടി, നീ ആയിരിക്കുന്ന സമൂഹത്തിന് വേണ്ടി, നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ അധ്വാനിച്ചും
ജീവിതത്തിൽ പരിശ്രമിച്ചും തളർന്നു പോയ ഒരു ജീവിതമാണോ? വാർദ്ധക്യത്തിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത പ്രായങ്ങളിൽ ആയിരിക്കുമ്പോൾ ഇപ്രകാരം ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ആർക്ക് വേണ്ടി ജീവിച്ചോ, ആർക്ക് വേണ്ടി അധ്വാനിച്ചോ, ആർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചോ, എല്ലാം തീർന്നു, എല്ലാവരും കൈവിട്ടു എന്ന് ചിന്തിക്കുന്ന ഒരു ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിലാണ്. സ്നേഹമുള്ളവരെ, കർത്താവ് നമ്മളെ മറന്നിട്ടില്ല, അവൻ നമ്മെ ഓർമ്മിക്കുന്നു. അതുകൊണ്ട് ആ വചനം പറയും, ഉള്ളം കയ്യിൽ നിന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. നിൻ്റെ പ്രതികൂലം എത്ര വലുതാകട്ടെ, നിൻ്റെ ഞെരുക്കം എത്ര വലുതാകട്ടെ, സാമ്പത്തികമായ തകർച്ചയുടെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ജീവിതമാണോ, നിരാശപ്പെടരുത്. വചനം പറയുക, ദൈവം നിന്നെ അനുസ്മരിച്ചിരിക്കുന്നു, ദൈവം നിന്നെ ഓർക്കുന്നു. ദൈവം ഓർത്താൽ അതിൻ്റെ പ്രതിവിധി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യൻ ഓർത്താൽ ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്ന് പറയുന്നവരെ നാം കണ്ടുമുട്ടാറുണ്ട്. നമ്മുടെ വേദനകളും നൊമ്പരങ്ങളും അറിയുമ്പോൾ പറയാം, ഞാൻ പ്രാർത്ഥിച്ചേക്കാം. അങ്ങനെ പറയുന്നവരെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് പരിതാപത്തിൻ്റെ വാക്കുകൾ പറയുന്നവരെ നാം കണ്ടിട്ടുണ്ട്. മനുഷ്യൻ്റെ രീതികളതാണ്, അവൻ്റെ നേച്ചർ അങ്ങനെയാണ്. എന്നാൽ ദൈവം അങ്ങനെയല്ല. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, നിന്നെ ഓർക്കുന്ന ദൈവം. നീ എവിടെയെല്ലാം തകർന്നുവെന്ന് ചിന്തിക്കുന്നോ, എവിടെയെല്ലാം തകർന്നു കരുതുന്നോ, അവിടെയെല്ലാം നിൻ്റെ ശിരസിനെ ഉയർത്താൻ കഴിയുന്ന ഒരു ദൈവം, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്നും നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെ വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും? അപ്രകാരമുള്ളവരുടെ ജീവിതത്തിൽ ഇന്നൊരു അത്ഭുതത്തിൻ്റെ ദിവസമാണ്. ഈ സമയങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കരുതുന്ന ശക്തിയും സ്നേഹവും നിനക്ക് ലഭിക്കാൻ ഇടയാകുകയാണ്. ഒന്ന് വിശ്വസിച്ചു പോയി, എൻ്റെ ദൈവം ഒരിക്കലും എന്നെ കൈവിട്ടില്ല. ഒരുപക്ഷേ ഏതെങ്കിലും മാരകമായ രോഗത്തിന് നാളുകളായി ട്രീറ്റ്മെൻ്റ് എടുത്ത് മടുത്ത് തളർന്നിരിക്കുന്നവരാണോ? ഉറച്ചു വിശ്വസിക്കണം, എൻ്റെ ദൈവത്തിന് എന്നെ സൗഖ്യപ്പെടുത്താൻ കഴിയും. രോഗക്കിടക്കയിൽ ആരും നിന്നെ ശ്രദ്ധിക്കാത്ത സാഹചര്യമാണോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവനെ ഞാൻ സുഖപ്പെടുത്തും. ഈ സുഖപ്പെടുത്തുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഓർമ്മിക്കണേ, ആ ദൈവത്തെ എപ്പോഴും അനുസ്മരിക്കാൻ, ധ്യാനിക്കാൻ ഞാനും നിങ്ങളും സമയമെടുത്താൽ ആ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി, കൃപയുടെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് റോമർ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി മാറ്റും. നിൻ്റെ തകർച്ച, നിൻ്റെ രോഗാവസ്ഥകൾ, സാമ്പത്തിക ഞെരുക്കം, നാളുകളായി നീ അധ്വാനിച്ചിട്ടും പുരോഗതിയില്ലാത്ത അവസ്ഥ, ഇതെല്ലാം ഓർക്കുന്ന ഒരു ദൈവം ഇന്ന് നിൻ്റെ കൂടെയുണ്ട്. അവനിലൊന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അതിശയകരമായി അത്ഭുതകരമായ ജീവിത ഉയർച്ചയുടെയും കൃപയുടെയും കാലഘട്ടങ്ങളിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കാൻ ദൈവം ഇടവരുത്തും. അതോർക്കണമേ എൻ്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ മനസ്സ് തളർന്നു പോകാതെ, ദുർബലരാകാതെ യേശുവിൻ്റെ കരങ്ങളൊന്ന് പിടിച്ച് ഒന്ന് ഓർത്ത് നോക്കുകയും ഞാനും നിങ്ങളും ചിന്തിച്ചാൽ, ഇന്നലകളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച, നമ്മെ ഓർത്ത, നമ്മുടെ ഉറ്റവരും ഉടയവരും നമ്മളെ തള്ളിക്കളഞ്ഞപ്പോഴും നമ്മെ ഓർത്ത ഒരു ദൈവം, നമ്മെ കരുതിയും, ഒരുപക്ഷെ ദൈവം നമ്മളെ ഉയർത്തിയതിൻ്റെ, ഓർത്തതിൻ്റെ പിൻബലത്തിലായിരിക്കാം ഇന്നും നമ്മുടെ വിശ്വാസയാത്രയും ഭൗതിക തലങ്ങളും. നന്ദി പറയാൻ പ്രിയപ്പെട്ടവരെ, ദൈവം മറക്കാത്തവനാണ്. അവൻ നമ്മെ നിരന്തരം ഓർക്കുന്ന ദൈവമാണ്, കൈവിടാത്ത ദൈവം. സ്നേഹമുള്ളവരെ, ഈ ധാരാളം ഉദാഹരണങ്ങൾ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. സാമുവേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ, അവിടെ 17-ാം അധ്യായത്തിൽ കാണുകയാണ് ബത്ലഹേംകാരനായ ജസ്സയുടെ പുത്രൻ ദാവീദിൻ്റെ ചരിത്രം. ഇതാ സാമുവേൽ രാജാവ് ദൈവസന്നിധിയിൽ തിരസ്കൃതനാകുമ്പോൾ പുരോഹിതനെ പറഞ്ഞയക്കുകയാണ് ദൈവമായ കർത്താവ് ബത്ലഹേംകാരനായ ജസ്സയുടെ ഭവനത്തിലേക്ക്. ജസ്സയുടെ 8 മക്കളിൽ 7 പേരെയും പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അടുത്ത രാജാവായി തിരഞ്ഞെടുക്കേണ്ടവനെ അഭിഷേകം ചെയ്യാനുള്ള നിയോഗത്തോടെയാണ് ഏലി പുരോഹിതൻ അവിടെ നിൽക്കുക. 7 കുഞ്ഞുങ്ങളെയും ജസ്സ അടക്കമുള്ള കുഞ്ഞുങ്ങളെ ബത്ലഹേംകാരനായ ആ പിതാവ് കൊണ്ടുവരികയാണ്. ഓരോരുത്തരെ കാണുമ്പോഴും പ്രവാചകൻ എങ്ങനെ ചിന്തിച്ചു, ഇവനായിരിക്കും അടുത്ത അഭിഷിക്തൻ. ഓരോ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരുമ്പോൾ, ഓരോ സന്താനങ്ങളെയും കൊണ്ടുവരുമ്പോൾ പ്രവാചകനോട് ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നു, അവനെ ഞാൻ തിരഞ്ഞെടുത്തതല്ല. അങ്ങനെ അവസാനം ഒരു ചോദ്യം, ഇനി നിൻ്റെ മക്കളിൽ ആരെങ്കിലും കടന്നു വരാനുണ്ടോ? ഇങ്ങനെയാണ് മറുപടി
ബെത്ലഹേംകാരനായ ജെസ്സ പറയാണ്, ഒരുവനുണ്ട്, അവൻ ആടുകളെ മേയിച്ച് വനാന്തരത്തിൽ സഞ്ചരിക്കുന്ന ഒരുവനുണ്ട്, അവനെ വിളിക്കുക. സ്നേഹമുള്ളവരെ, ധ്യാനിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് കിട്ടുകയാണ്. സ്വന്തം പിതാവ് പോലും മറന്നവൻ, ജ്യേഷ്ഠ സഹോദരങ്ങളെല്ലാം വീരശൂര പരാക്രമികൾ, സൈന്യാധിപന്മാർ, അങ്ങനെയൊക്കെ നിലയിലുള്ളവർ, ഇവിടെ പിതാവ് പോലും മറന്നു, ഓർത്തില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ദാവീദിനെ തിരഞ്ഞെടുക്കുകയാണ്. ദൈവം എന്തിനാണ് തിരഞ്ഞെടുത്തത്? ചക്രവർത്തിയായി, നൂറ്റാണ്ടുകൾ ഓർക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ശക്തനായ രാജാവായി, ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനായി ദൈവം അവനെ കണ്ടു, അവനെ അഭിഷേകം ചെയ്യുക. സഹോദരങ്ങളെ, ഈ സമയങ്ങൾ ഓർക്കണമേ. ഒരുപക്ഷെ നിന്നെ ആദരിക്കേണ്ടവർ, നിന്നെ ബഹുമാനിക്കേണ്ടവർ, നിന്നെ ഉയർത്തേണ്ടവർ ഒരുപക്ഷെ മാറ്റി നിർത്തിയ ജീവിത പശ്ചാത്തലമുണ്ടോ? അവിടെ തളർന്നു പോകേണ്ടവരല്ല. വിശ്വസിക്കണം, നിനക്കായി ദൈവം ഒരു സമയം കരുതിയിരിക്കുന്നു, നിനക്കായി ഒരു അനുഗ്രഹത്തിൻ്റെ നാളുകൾ ദൈവം കരുതിയിരിക്കുന്നു. നീ ചിന്തിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായി. നോക്കുക, ആടുകളെ മേയിച്ചു നടന്ന ദാവീദിനെ വിളിച്ച് ഇസ്രായേലിൻ്റെ ചക്രവർത്തിയാക്കിയ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ഓർമ്മയും ഇന്നും അസ്തമിച്ചിട്ടില്ല. അവൻ ഇന്നും ജീവിക്കുക. ദാവീദിൻ്റെ ദിനങ്ങൾ ആഹ്ലാദപൂർണ്ണമായില്ലേ? സന്തോഷഭരിതമായില്ലേ? ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇത്രയോളം ശക്തനായ ഒരു മനുഷ്യനെ നാം ബൈബിളിൽ കാണുന്നില്ല. എന്തേ? ദൈവം അവനെ ഓർത്തു. നിൻ്റെയും ജീവിത പശ്ചാത്തലം മാറാൻ പോവുകയാണ്, ജീവിത സാഹചര്യം മാറാൻ പോവുകയാണ്. ദൈവം നിന്നെ കരുതുന്ന, നിന്നെ ഓർക്കുന്ന, മാനിക്കുന്ന സമയത്തിലേക്ക് നീ കടന്നു വരുമെന്ന് ഉറച്ച് വിശ്വസിക്കണം. സ്നേഹമുള്ളവരെ, അപ്രകാരം പ്രവർത്തിക്കാൻ കഴിയുള്ള ഒരു ദൈവം ഇന്നും നമ്മുടെ കൂടെ സഞ്ചരിക്കുകയാണ്. ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, അവനിൽ വിശ്വസിക്കണം. അതുകൊണ്ട് ബൈബിൾ ഇങ്ങനെ പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ദൈവം ഓർക്കുന്നവൻ ദൈവശക്തി കൊണ്ട് നിറയും, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയും. അപ്രകാരം ദൈവം ഓർക്കാനിടയായ അനേകം ജീവിതങ്ങളെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളും സാഹചര്യങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ? നോക്കുക, ആ സഹോദരനെ നോക്കുക. ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിലൂടെ, ദാരിദ്ര്യത്തിലൂടെ, ഞെരുക്കത്തിലൂടെ കടന്നുപോയ ആ മകൻ, ആ വ്യക്തി ഇന്ന് ഔന്നത്യത്തിലേക്ക്, ആത്മീയവും ഭൗതികമായ ഔന്നത്യത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. എന്താണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവിക ജ്ഞാനം? ദൈവം അവനെ ഓർത്തു, ദൈവം അവനെ സ്നേഹിക്കുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, നിൻ്റെ കുടുംബം, നിൻ്റെ സാഹചര്യം എന്തുമാത്രം അധപതനത്തിലാകട്ടെ, അവിടെ നിന്ന് നിനക്ക് ഉയർച്ച തരാൻ നിന്നെ ഓർക്കുന്ന ഒരു ദൈവം ഇപ്പോൾ ജീവിക്കുക. സ്നേഹമുള്ളവരെ, നമ്മളിങ്ങനെ കാണുന്നുണ്ട്. വീണ്ടും വിശുദ്ധ വചനത്തിൽ ധാരാളം സംഭവങ്ങൾ നമ്മളിങ്ങനെ കാണാൻ സാധിക്കും. ദാനിയേലിൻ്റെ പുസ്തകം നിങ്ങളൊന്ന് ധ്യാനിച്ചാൽ 14-ാം അധ്യായം അതിൻ്റെ 38-ാം തിരുവചനത്തിൽ ദാനിയേൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരു നാളും കൈവിടുകയില്ല. എന്താണ് പശ്ചാത്തലമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 6 സിംഹങ്ങളോടുകൂടെ 7 ദിവസം സിംഹക്കുഴിയിൽ കിടക്കാൻ വിധിക്കപ്പെട്ട ദാനിയേൽ. പ്രിയമുള്ളവരെ, ആ ദിവസങ്ങളിൽ ഭക്ഷണപാനീയങ്ങളൊന്നും കഴിക്കാതെ സിംഹത്തിൻ്റെ മുൻപിൽ അകപ്പെട്ട ദാനിയേൽ, ആ സമയത്താണ് യൂദയായിലെ പ്രവാചകനായ ഹബക്കുക്ക് തൻ്റെ ജോലിക്കാർക്ക് കറിയും പൊടിച്ച അപ്പവുമായി പോകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവനോട് ഇടപെടുകയാണ്. അവനോട് പറഞ്ഞ്, ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് നിൻ്റെ കയ്യിലുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. അവൻ ഇപ്രകാരം പറഞ്ഞു: ബാബിലോൺ എനിക്ക് അറിഞ്ഞുകൂടാ, സിംഹക്കുഴിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഉടനെ തന്നെ നാം കാണുകയാണ്, ദൈവദൂതൻ അവൻ്റെ മുടിക്ക് പിടിച്ച് ദാനിയേൽ കിടക്കുന്ന സിംഹക്കുഴിയുടെ നേരെ മുകളിലെത്തിക്കുകയാണ്. പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു: ദാനിയേലേ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരുന്ന ഭക്ഷണം കഴിച്ചാലും. ആ വേളകളിലാണ് ദാനിയേൽ പറയുന്നത്: ദൈവം എന്നെ ഓർത്തല്ലോ. നീ ഏത് ഞെരുക്കത്തിലാകട്ടെ, ഏത് വേദന നിറഞ്ഞ അവസ്ഥയിലാകട്ടെ, ദുഃഖദുരിതങ്ങളിലാകട്ടെ, അവയിൽ നിന്നൊരു ഉദ്ധാനം, ഉയർപ്പിൻ്റെ നാളുകൾ നിനക്ക് വേണ്ടി കരുതുന്ന, നിന്നെ ഓർക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ മനസ്സ് ഉന്മേഷം കൊണ്ട് നിറയട്ടെ, സന്തോഷം കൊണ്ട് നിറയട്ടെ. ഈ ദൈവത്തിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാം.